പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ JK's ഡയബി ടോക്സിലെ 17ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ B. വെള്ളനാട്. 16ാം എപ്പിസോഡിൽ പ്രധാന എക്സസൈസുകളായ എയറോബിക്കും വെയ്റ്റ് ട്രെയിനിങ്ങും ചെയ്യുന്നതിന് മുൻപേ ചെയ്യേണ്ട വാം അപ്പ് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എക്സസൈസ് കഴിഞ്ഞ് പേശികളെ തണുപ്പിക്കാനായി കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യണം. വാം അപ്പിൽ പറയുന്ന എല്ലാ എക്സസൈസും ചെയ്യാം. ഒപ്പം കൂൾ ഡൗണിനായി ചെയ്യാവുന്ന യോഗയെ കുറിച്ച് ഈ എപ്പിസോഡിൽ വിശദമാക്കാം. യോഗ എന്നത് നമ്മുടെ ആർഷഭാരതത്തിന് അവകാശപ്പെടാവുന്ന തനതായ വ്യായാമ മുറയാണ്. പതഞ്ജലി മഹർഷിയാണ് ഇതിന്റെ പിതാവ്. ഇത് ശരീരത്തിനെയും ശ്വസനത്തെയും മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്കറിയാം, സ്ട്രെസ് എന്നത് പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. സ്ട്രെസ് തുടരുന്നത് മൂലം പ്രമേഹം സങ്കീർണമാവുകയും ചെയ്യുന്നു. സ്ട്രെസ് ബ്രെയിനിലെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസിനെയും സിമ്പതറ്റിക് ആക്സിസിനെയും സ്റ്റിമുലേറ്റ് ചെയ്ത് രക്തത്തിലെ കോർട്ടിസോൾ, അഡ്രിനാലിൻ, ഗ്രോത്ത് ഹോർമോൺ, കാറ്റക്കോളമിൻസ് മുതലായ ഹോർമോണുകളെ വർദ്ധിപ്പിക്കുന്നത് മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. സ്ട്രെസ്സിനോടൊപ്പം നെഗറ്റീവ് മൂഡും പ്രമേഹത്തെ വഷളാക്കുന്നു. സ്ട്രെസ് കുറയ്ക്കുന്നതിനും മൂഡ് പോസിറ്റീവ് ആകുന്നതിനും മനസ്സുമായി ബന്ധപ്പെട്ട നിരവധി യോഗാസനങ്ങൾ അഥവാ യോഗ പോസസ് വളരെ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയ യോഗ പ്രമേഹ നിയന്ത്രണത്തിനായി നമ്മളുടെ മനസ്സിനെ കൂടുതൽ ദൃഢമാക്കുന്നതിനും സഹായിക്കുന്നു. ഫ്ലെക്സിബിലിറ്റി കൂട്ടി പേശികളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നു, രക്തയോട്ടത്തെ കൂട്ടുന്നു, ഷുഗറിനെ കുറയ്ക്കുന്നു. സ്ട്രെച്ചിങ് എല്ലാ ആസനങ്ങളുടെയും പ്രത്യേകതയാണ്. ഒപ്പം ശ്വസന നിയന്ത്രണവും. ശരീരത്തിലെ ബാലൻസിനെ നിയന്ത്രിക്കാൻ യോഗയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഇനി പ്രമേഹത്തിലെ കൂൾ ഡൗണിനായി ഉപയോഗിക്കാവുന്ന എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്ന 10 യോഗാസനങ്ങൾ പറയാം. 1. വജ്രാസന അഥവാ തണ്ടർ ബോൾട്ട് പോസ്. കാൽ മടക്കി ഉപ്പൂറ്റിയിൽ നിവർന്നിരുന്ന് കൈകൾ തുടയിൽ വെച്ച് കണ്ണടച്ച് ദീർഘശ്വാസം എടുത്ത് പുറത്തുവിടുക. 2. മണ്ഡൂകാസന അഥവാ ഫ്രോഗ് പോസ്. വജ്രാസനത്തിലിരുന്ന് പെരുവിരൽ അകത്താക്കി മുട്ടി ചുരുട്ടി പൊക്കിളിന് ഇരുവശവും വെച്ച് ശ്വാസം എടുത്ത ശേഷം ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് നെറ്റി തറയിൽ തൊട്ടുകൊണ്ട് വയറമർത്തിയ ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവരുക. മൂന്ന്. പശ്ചിമോത്താസന അഥവാ സീറ്റഡ് ഫോർവേഡ് ബെൻഡ് പോസ്. കാൽ നീട്ടിയിരുന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് കാൽ പറ്റുന്ന വിധം പിടിച്ചുകൊണ്ട് മുഖം മുട്ടിൽ ചേർത്ത് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് പൂർവസ്ഥിതി പ്രാപിക്കുക. 4. ബാലാസന അഥവാ ചൈൽഡ് പോസ്. കൈ തറയിൽ കുത്തി മുട്ടിൽ നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉപ്പൂറ്റിയിൽ ഇരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ മുന്നിലേക്ക് നിരക്കി വയർ തുടകളുടെ ഇടയിലും നെറ്റി തറയിലും തൊട്ട് വിശ്രമിക്കുക. പിന്നീട് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. 5. ക്യാറ്റ് കൗ പോസ്. മാർജാരിയാസന അഥവാ വിട്ടിലാസന. കൈ കുത്തി കാൽ മുട്ടിലിരുന്ന് ശ്വാസം എടുത്തുകൊണ്ട് വയർ താഴ്ത്തി സ്ട്രെച്ച് ചെയ്ത് തല ഉയർത്തുക. ഇത് ക്യാറ്റ് പോസ്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി മുതുക് ഉയർത്തുക. ഇത് കൗ പോസ്. 6. ധനുരാസന അഥവാ ബോ പോസ്. ശ്വാസം എടുത്ത് മുന്നിലേക്ക് കമഴ്ന്ന് കിടന്ന് ശ്വാസം വിടുക. ഇനി ശ്വാസം എടുത്ത്
കാലും തലയും ഉയർത്തി കൈകൾ കാൽമണ്ണയിൽ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. 7. ഭുജംഗാസന അഥവാ കോബ്ര പോസ്. കമഴ്ന്ന് കിടന്ന് ശ്വാസം വിട്ട ശേഷം കൈകുത്തി തല ഉയർത്തുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. ഇത് ആവർത്തിക്കുക. 8. ശലഭാസന അഥവാ ലോക്കസ്റ്റ് പോസ്. തല താഴ്ത്തി കൈകൾ ഇരുവശത്തും വെച്ച് താടി മാറ്റിൽ തൊടുക. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഓരോന്നായി ഉയർത്തി 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. 9. മേരുദണ്ഡാസന. നിവർന്ന് കിടന്ന് ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാൽ സാവധാനം ഉയർത്തി 30 സെക്കൻഡ് വടി പോലെ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരിക. മറ്റേ കാലിൽ ഇത് ആവർത്തിക്കുക. 10. പവനമുക്താസന. മലർന്നു കിടന്ന് ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാൽ സാവധാനം ഉയർത്തിയ ശേഷം ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി വയറിലേക്ക് കൊണ്ടുവന്ന് അമർത്തിയ ശേഷം മൂക്ക് കൊണ്ട് തൊടാൻ ശ്രമിക്കുക. ഇങ്ങനെ 30 സെക്കൻഡ് പിടിച്ച ശേഷം ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. ഇപ്പോൾ പറഞ്ഞ ഈ 10 യോഗാസനങ്ങൾ ഓരോന്നും 5 മുതൽ 10 പ്രാവശ്യം വരെ ചെയ്ത ശേഷം റെസ്റ്റിംഗ് പോസായ ശവാസന അഥവാ കോപ്സ് പോസിലാണ് ഈ കൂൾ ഡൗൺ അവസാനിപ്പിക്കേണ്ടത്. ശരീരത്തെ പരമാവധി റിലാക്സ് ചെയ്യിപ്പിക്കുന്ന പോസാണ് ഈ ശവാസന. ഇവിടെ കൈകൾ ഇരുവശത്തും മലർത്തി അകറ്റി വച്ച് കാലും അകറ്റി താടി നെഞ്ചിനോടടുപ്പിച്ച് കണ്ണടയ്ക്കുക. കാൽ വിരലുകൾ മുതൽ തല വരെ ക്രമത്തിൽ എല്ലാ ശരീരഭാഗത്തെയും അയച്ച് സാധാരണയായി ശ്വസിച്ച് 2 മുതൽ 5 മിനിറ്റ് വരെ വിശ്രമിക്കുക. ഇത് ബ്രെയിനിനെയും നെർവിനെയും റിലാക്സ് ചെയ്യിപ്പിച്ച് ക്ഷീണമകറ്റുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഒരു കംപ്ലീറ്റ് യോഗ എന്നറിയപ്പെടുന്ന സൂര്യ നമസ്കാരത്തെക്കുറിച്ചും പ്രമേഹത്തിലെ മറ്റ് വ്യായാമങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുമായി ഉടനെത്താം. നന്ദി, നമസ്കാരം.